നമസ്കാരം. നാട്ടിലെ ഗുണ്ടകളെല്ലാം ആവേശത്തിലെ രംഗണ്ണനെ പോലെ ആഘോഷങ്ങൾ പൊടിപിടിക്കുമ്പോൾ നമ്മുടെ ആഘോഷം ജയിലിൽ മാത്രമായി ഒതുങ്ങിയാൽ ശരിയാകില്ലെന്ന് TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് തോന്നിയാൽ അതിൽ അത്ഭുതം തോന്നില്ല. കാരണം അതുപോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. നാട്ടിലെങ്ങും ഗുണ്ടകൾ വിളയാടുന്ന സമയമാണ്. TP വധക്കേസ് പ്രതികൾക്കാകട്ടെ പരോൾ ധാരാളം ലഭിക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഹൈക്കോടതി പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയത്. ഈ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് TP കേസിലെ കുറ്റവാളികൾ. കേസിൽ ഹൈക്കോടതി വിധിക്കെതിരായ കുറ്റവാളികളുടെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. 1 മുതൽ 8 വരെ പ്രതികളാണ് ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിലെ ആദ്യ 6 പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവർ ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടവരാണ്. 12 വർഷമായി ജയിലിലാണെന്നും ശിക്ഷ ഇളവ് ചെയ്ത് ജാമ്യം അനുവദിക്കണം എന്നുമാണ് പ്രതികളുടെ ആവശ്യം. കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബുവും KK കൃഷ്ണനും ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നെങ്കിലും ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. ജസ്റ്റിസുമാരായ ബേലായും ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം അടുത്തിടെ വിവാദത്തിലായിരുന്നു. ഇതിനിടയിലാണ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ സർക്കാർ പ്രതിരോധത്തിലായിരുന്നു. ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്ത 3 ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. 3 പേർക്ക് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനായിരുന്നു സർക്കാർ നീക്കം. TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരായിരുന്നു പട്ടികയിലുണ്ടായിരുന്നത്. ഹൈക്കോടതി വിധി മറികടന്നായിരുന്നു നീക്കം. ശിക്ഷാ ഇളവില്ലാത്ത ജീവപര്യന്തം തടവിന് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നു. 20 വർഷം വരെ ശിക്ഷാ ഇളവ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു ശിക്ഷ വർദ്ധിപ്പിച്ചത്. ഈ വിധികൾക്കെതിരെയാണ് പ്രതികൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കമില്ലെന്ന് സർക്കാർ വിശദീകരണത്തിനിടയിലാണ് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ട്രൗസർ മനോജിന് കൂടി ശിക്ഷാ ഇളവിന് നൽകുന്നതിന് മുന്നോടിയായി കൊളവല്ലൂർ പോലീസ് നേരത്തെ രാത്രിയിൽ തന്റെ മൊഴി രേഖപ്പെടുത്തിയതെന്ന് KK രമ നിയമസഭയിൽ പറഞ്ഞിരുന്നു. അണ്ണൻ സിജിത്ത്, TK രജീഷ്, മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ഇളവ് നൽകാനുള്ള നീക്കമായിരുന്നു നേരത്തെ പുറത്തു വന്നത്. കണ്ണൂർ തൂവക്കുന്ന് സ്വദേശിയും കടുങ്ങോൻപയിൽ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന മനോജിനെയായിരുന്നു ശിക്ഷാ ഇളവ് നൽകി പുറത്തിറക്കാനുള്ള പട്ടികയിൽ 7ാമനായി ഉൾപ്പെടുത്തിയിരുന്നത്. TPയുടെ കൊലപാതക ഗൂഢാലോചനയിൽ ജീവപര്യന്തം തടവിനും 1 ലക്ഷം രൂപ പിഴയും കൊടുക്കാൻ വിചാരണ കോടതി ശിക്ഷിച്ചു. അതേസമയം സർക്കാർ നടപടികളെല്ലാം വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ശുപാർശ ചെയ്ത ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നടപ്പിലാക്കിയത്. ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടി ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടത്. 3 ജയിൽ ഉദ്യോഗസ്ഥരെയായിരുന്നു സസ്പെൻഡ് ചെയ്തത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് K ബിജി അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെയായിരുന്നു അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ പട്ടികയിലാണ് പ്രതികളുടെ പേര് ഉൾപ്പെട്ടിരുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരം വിട്ടയക്കേണ്ട പ്രതികളുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയപ്പോൾ TP കേസിൽ ജീവപര്യന്തം തടവിന് ഹൈക്കോടതി വിധിച്ച 2ാം പ്രതി TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരെ ഉൾപ്പെടുത്തുകയായിരുന്നു. പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് ലഭിച്ചാൽ സർക്കാരിന് ഉത്തരവിറക്കാനും സാധിക്കുമായിരുന്നു. അതിൽ ഗവർണർ ഒപ്പിടുമ്പോഴാണ് പ്രതികൾക്ക് പുറത്തിറങ്ങാനാവുക. ശിക്ഷാ ഇളവ് നൽകാൻ ജയിൽ സൂപ്രണ്ട് പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിരുന്നു.